പ്രിയപ്പെട്ടവരെ, മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഒരു അംഗമെന്ന നിലയിൽ നമുക്കതിനുള്ള ബാധ്യതയുണ്ട്. തകർന്നുകൊണ്ടിരിക്കുന്ന ഈ നാടിന്റെ ഐക്യത്തെയും ഈ സമാധാനത്തെയും നിർഭയത്വത്തെയും പുനഃസ്ഥാപിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. ഈ പറയുന്ന സ്വാതന്ത്ര്യ സമരം നമ്മിലേക്ക് വരുമ്പോ നമ്മൾ ആ ഉത്തരവാദിത്തത്തെ കുറിച്ച് ബോധവാന്മാരാകുക. ഒരു മുസ്ലിം എന്ന രീതിയിൽ മുസ്ലിമായി ജീവിക്കുന്നതോടൊപ്പം തന്നെ എന്റെ നാടിനോടുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കാനും ഓർക്കാനും നമ്മൾ തയ്യാറാവുക. അങ്ങനെ ഓർമ്മിച്ചവരാണ്, അത് ജീവിതത്തിൽ കൊണ്ടു നടന്നവരാണ് നമ്മുടെ മുൻഗാമികളായ ആളുകൾ എന്ന് മനസ്സിലാക്കുക. സ്വാതന്ത്ര്യ സമര സേനാനികളിലെ വളരെ പ്രശസ്തയായ ഒരു സ്ത്രീയാണ് ബി ഉമ്മ. അവരുടെ ജീവചരിത്രം നമ്മൾ വായിക്കുക. തവക്കുലിന്റെ പ്രതീകമായിരുന്നു ബി ഉമ്മ. അവരുടെ മൂത്ത മകൻ മരണപ്പെട്ടപ്പോ ആ മരണത്തിൽ അവർക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് വേണ്ടി ചില ആളുകൾ വന്നപ്പോ അവർ തിരിച്ചു പറഞ്ഞ മറുപടി ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. എന്താണ് അവർ പറഞ്ഞത്? അല്ല തന്നു, അല്ല തിരിച്ചെടുത്തു, എല്ലാം അല്ലാഹുവിന്റെ വിധിക്ക് മേൽ മാത്രം ഭ്രമണം ചെയ്യുന്നതാണ്, നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യനായ അലി സഹോദരന്മാരുടെ ഉമ്മയായിരുന്നു ബി ഉമ്മ. ഉംറക്ക് പോയപ്പോ കഅബയുടെ കില്ല വിളിച്ചുകൊണ്ട് ബി ഉമ്മ പ്രാർത്ഥിച്ചതെന്താണെന്നറിയോ? അല്ലാഹുവേ, എന്റെ രണ്ട് മക്കളെ ദീനിയായി അതോടൊപ്പം രാജ്യസ്നേഹികളായി നാടിന് ഉപകാരപ്പെടുന്ന സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന മക്കളാക്കി വളർത്തണേ റബ്ബേ എന്ന് അവർ കഅബത്തിന്റെ കില്ല വിളിച്ചു നടത്തിയ പ്രാർത്ഥന ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, അതുപോലെ എത്രയോ പേരുകൾ. മൗലാന അബുൽ കലാം ആസാദ് പണ്ഡിതനായിരുന്നു, സലഫി ചിന്തകനായിരുന്നു, അതോടൊപ്പം തന്നെ നാടിന് വേണ്ടി പ്രവർത്തിച്ച ഒരു മനുഷ്യനായിരുന്നു. ദീനും രാജ്യസ്നേഹവും അവർ ഒരുമിച്ച് കൊണ്ടുപോയി, നാടിനോടുള്ള കടപ്പാടും അവർ ഒരുമിച്ച് കൊണ്ടുപോയി എന്നതാണ്. മഹാനായ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, അദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരനാണ്. അതോടൊപ്പം തന്നെ സലഫിയത്തിൽ ഈ പറയുന്ന ആദർശത്തിൽ കടുകുമണി വിട്ടുവീഴ്ച ചെയ്യാത്ത നിലപാടും മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനുള്ളതായി നമുക്ക് കാണാൻ കഴിയും. ആയാലും ആരായാലും ഈ പറയുന്ന മുസ്ലിം പേരുകളെല്ലാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏടുകളിൽ, അതിന്റെ വരികളിൽ നമ്മൾ കാണുന്ന മുസ്ലിം പേരുകളെല്ലാം കളത്തികളിൽ മാത്രം ഒതുങ്ങി നിന്ന മുസ്ലിങ്ങളായിരുന്നില്ല. മറിച്ച് ജീവിതത്തിന്റെ രഹസ്യത്തിൽ ഒരു വേള ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുമ്പോ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സർവശക്തനായ റബ്ബിന്റെ മുന്നിൽ പ്രാർത്ഥിക്കുകയും ദുആ ചെയ്യുകയും ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും ചെയ്തവരാണ് ഇന്ത്യയിലെ മുസ്ലിം ഉമ്മത്തിന്റെ മുൻഗാമികൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവരുടെ പാത നമ്മൾ പിന്തുടരുക. പരിശുദ്ധ ഖുർആനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ചര്യയും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ആ ഒരു ആശയം നാം സ്വീകരിക്കുകയും അതിലൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. റബ്ബ് സുബ്ഹാനഹു വ തആല ആ ഒരു രീതിയിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.